നടൻ അമിത് ചക്കാലക്കലിന്റെ 8 വാഹനങ്ങളാണ് കസ്റ്റംസ് പിടിച്ചെടുത്തത്. 3 എണ്ണം കസ്റ്റംസ് ഓഫീസിലേക്ക് കൊണ്ടുവന്നു. 5 വാഹനങ്ങൾ ഗ്യാരേജിലാണ്. ഇവയുടെ രേഖകൾ വീണ്ടും പരിശോധിക്കും. നിതിൻ സേവ്യർ വിവരങ്ങൾ നൽകും. നിതിൻ, നേരത്തെ 2 വാഹനങ്ങൾ കസ്റ്റഡിയിലെടുത്തു എന്നായിരുന്നു. എന്നാൽ അങ്ങനെയല്ല, 8 വാഹനങ്ങൾ കസ്റ്റംസ് പിടിച്ചെടുത്തിട്ടുണ്ടെന്നാണോ വിവരം? ദിവ്യ, കസ്റ്റംസിൽ നിന്ന് നമുക്ക് ലഭിക്കുന്ന വിവരങ്ങൾ അനുസരിച്ച് നിലവിൽ നടന്റെ 8 വാഹനങ്ങൾ, അമിത് ചക്കാലക്കലിന്റെ 8 വാഹനങ്ങളാണ് ഇത്തരത്തിൽ കസ്റ്റംസ് പിടിച്ചെടുത്തിട്ടുള്ളത് എന്നാണ് മനസ്സിലാകുന്നത്. അതിൽ 3 എണ്ണം ഇപ്പോൾ കസ്റ്റംസിന്റെ കൊച്ചിയിലെ ഓഫീസിലേക്ക് കൊണ്ടുവന്നിട്ടുണ്ട്. 5 എണ്ണം ഗാരേജിലാണ് എന്നാണ് നമുക്ക് മനസ്സിലാകുന്നത്. നേരത്തെ നടൻ പറഞ്ഞിരുന്നത് 2 വാഹനങ്ങളിൽ കസ്റ്റഡിയിലെടുത്തു. അതിൽ 1 അദ്ദേഹത്തിന്റെ വാഹനവും 1 അദ്ദേഹത്തിന്റെ സുഹൃത്തിന്റെ വാഹനവും എന്നാണ് പറഞ്ഞിരുന്നത്. ഇപ്പോൾ നിലവിൽ അമിത്തിന്റേതായി 3 വാഹനങ്ങൾ, അതായത് ഒരു ലാൻഡ് ക്രൂയിസർ, ഒരു ലെക്സസ്, ഒപ്പം തന്നെ ഒരു പ്രാഡോ, ഈ 3 വാഹനങ്ങളാണ് നിലവിൽ കസ്റ്റംസിന്റെ ഓഫീസിൽ എത്തിച്ചിട്ടുള്ളത്. അമിത്തിന്റെ വർക്ക്ഷോപ്പിൽ 5 വാഹനങ്ങൾ കൂടി കസ്റ്റംസ് പിടിച്ചെടുത്തിട്ടുണ്ട് എന്നാണ് ഇപ്പോൾ മനസ്സിലാകുന്നത്. ഈ വാഹനങ്ങളെല്ലാം തന്നെ നിയമവിരുദ്ധമായി കടത്തിക്കൊണ്ടുവന്നതാണ് എന്ന് കസ്റ്റംസിന് കൃത്യമായി തന്നെ ബോധ്യപ്പെട്ടിട്ടുണ്ട്. ഈ ബോധ്യത്തിന്റെ അടിസ്ഥാനത്തിലാണ് ഈ വാഹനങ്ങൾ കസ്റ്റഡിയിലെടുത്തതെന്നാണ് കസ്റ്റംസ് ഉദ്യോഗസ്ഥരിൽ നിന്ന് നമുക്ക് മനസ്സിലാകുന്നത്. ഏതായാലും നിലവിൽ അമിത് ചക്കാലക്കൽ സമൻസ് ലഭിച്ചതനുസരിച്ച് കസ്റ്റംസിന്റെ ഓഫീസിൽ ഹാജരായിട്ടുണ്ട്. അദ്ദേഹത്തിന്റെ വിശദമായി തന്നെ അദ്ദേഹത്തിന്റെ മൊഴിയെടുക്കും. ഈ വാഹനത്തിന്റെ കൃത്യമായ തെളിവുകൾ, പ്രത്യേകിച്ച് അദ്ദേഹം പറഞ്ഞത് അദ്ദേഹം പിടിച്ചെടുത്ത വാഹനങ്ങളിൽ 1 റഷ്യൻ എംബസിയുടെ വാഹനമാണെന്നാണ് പറഞ്ഞിരുന്നത്. അപ്പോൾ ഈ വാഹനങ്ങളുടെയൊക്കെ തന്നെ 5 വർഷം മുമ്പ് വാങ്ങിയ 99 മോഡൽ ക്രൂയിസ് ആണ്. അപ്പോൾ ഈ വാഹനങ്ങളുടെയൊക്കെ തന്നെ കൃത്യമായ ഒരു രേഖകൾ ഹാജരാക്കിയാൽ ഈ വാഹനങ്ങൾ വിട്ടു നൽകും, അല്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ട തുടർ നടപടികളിലേക്ക് പോകുമെന്നാണ് കസ്റ്റംസ് നിലവിൽ വ്യക്തമാക്കിയിട്ടുള്ളത്. ഏതായാലും നിലവിൽ ലഭിക്കുന്ന വിവരമനുസരിച്ച് അമിത് ചക്കാലക്കലിന്റെ 8 വാഹനങ്ങളാണ് കസ്റ്റംസ് പിടിച്ചെടുത്തിട്ടുള്ളത്. ദിവ്യ, എന്തായാലും ഈ കസ്റ്റഡിയിലെടുത്ത അല്ലെങ്കിൽ പിടിച്ചെടുത്ത വാഹനങ്ങളുടെ രേഖകൾ വിശദമായി തന്നെ പരിശോധിക്കും.